ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഇൻ കേരള വാട്ടർ അതോറിറ്റി, അപ്പോൾ അതിൻ്റെ സിലബസ് കാറ്റഗറി നമ്പർ 031/2025. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എക്സാം ഡേറ്റ് ഡിസംബർ ഫസ്റ്റ് വീക്ക് വരുന്നുണ്ട്, 3rd ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി PDF ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ ഡിസംബറിൻ്റെ കലണ്ടർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സിലബസ് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന നമ്മുടെ കോമൺ ഇലക്ട്രീഷ്യൻ്റെ എല്ലാ സിലബസും, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ ആ ഒരു സിലബസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കി വരുന്ന ഒരു സിലബസാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ക്ലാസ്സസ് മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ന്യൂ മോഡൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂ മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ബേസിക് ഫണ്ടമെൻറ്റൽസ്, വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ്, അതിൻ്റെ അകത്ത് വരുന്നതും അതിൻ്റെ ഓംസ് ലോ, പിന്നെ തിയറംസ്, KCL KVL, റെസിസ്റ്റൻസ്, സീരീസ്, പാരലൽ. പിന്നെ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിസം, നമ്മുടെ ലോസും മാഗ്നറ്റിസവും, അതുപോലെ തന്നെ ഫ്ലക്സ്, കൂളുംസ് ലോ, കപ്പാസിറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഇതിൽ വരുന്നത്. 10 മാർക്കിലാണ് വരുന്നത് കേട്ടോ. അടുത്ത മൊഡ്യൂൾ 2 വരുന്നത് സെമി കണ്ടക്ടർ ഡിവൈസസ്. ഇതിൽ നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ളത് നമ്മുടെ ഡയോഡ്സിനെ കുറിച്ച്, അതിൻ്റെ എനർജി ബാൻഡ്, അതുപോലെ തന്നെ PN ജംഗ്ഷൻ ഡയോഡ്, റെക്ടിഫയേഴ്സ്, സെനർ ഡയോഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്. ട്രാൻസിസ്റ്റർ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസും, ആസ് എ ആംപ്ലിഫയർ, അതിൻ്റെ ബയാസിങ് മെത്തേഡ്സ്, പിന്നെ JFET കുറിച്ചുണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്, SMD ഉണ്ട്, LED LCD, UJT, SMD, അതെല്ലാം വരുന്നുണ്ട്. 10 മാർക്കിനാണ്. മൊഡ്യൂൾ 3 വരുന്ന ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റംസ്. അതിൻ്റെ അത് വരുന്ന നമ്മുടെ ബേസിക് ഫണ്ടമെൻറ്റൽസ്, AC സിസ്റ്റത്തിൻ്റെ ഓരോ ടേംസ് പഠിക്കാനുണ്ടല്ലോ. RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതൊക്കെ ഉണ്ട്. അത് റിലേറ്റ് ചെയ്ത ചെറിയ ചെറിയ പ്രോബ്ലംസ്. പിന്നെ ഓരോന്നും തന്നെ സ്റ്റാർ ഡെൽറ്റ 3 ഫേസ് സിസ്റ്റം, അതും വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ സെൽസ്. അപ്പം അതിൽ ആ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. മൊഡ്യൂൾ 4 വരുന്ന ഒപ്പാം, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒപ്പാമും അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതിൻ്റെ സ്ലൂ റേറ്റ്, ആംപ്ലിഫയേഴ്സ്, ഒപ്പാം ആസ് ആൻ ആംപ്ലിഫയർ ഇൻ നോൺ ഇൻവേർട്ടിംഗ്. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടല്ലോ ഒപ്പാമിന്, അതെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ DAC, ADC, ലാഡർ ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ്, മൾട്ടി വൈബ്രേറ്റർ, ഫിൽറ്റേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓസിലേറ്റേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബാർ ഹുസൈൻ ഉണ്ട്, ഫേസ് ഷിഫ്റ്റ്, മൾട്ടി വൈബ്രേറ്റേഴ്സും, ബൈസ്റ്റേബിളും, അസിംഗ്നസും, സിംഗ്നസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്മിത്ത് ട്രിഗേഴ്സ് മൊഡ്യൂൾ 4 വരുന്നുണ്ട്. മൊഡ്യൂൾ 5 വരുന്ന വയർ അക്സസറീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, അതിൻ്റെ ഫ്യൂസസ്, റേറ്റിംഗ്, പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, ഇലുമിനേഷൻ, അത് MCB, LCB, അതെല്ലാം. പിന്നെ അതിൽ തന്നെ പവർ ഇലക്ട്രോണിക്സ്, റെക്ടിഫയേഴ്സ് ടൈപ്സ്, ഹാഫ് വേവ്, ഫുൾ വേവ്, UJT, FET, JFET, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. UPS. ഓക്കെ, മൊഡ്യൂൾ 6 വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം മുതൽ ലോജിക് ഗേറ്റ്സ്, ലോജിക് ഫാമിലീസ്, RAM, ROM, അതെല്ലാം തന്നെ വരുന്നുണ്ട്. മൊഡ്യൂൾ 7 വരുന്നത് DC മെഷീൻസും AC മെഷീൻസും, അതായത് ബേസിക് നമുക്ക് എല്ലാത്തിനെ പോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, വേവ് ഇക്വേഷൻ, ഡിഫറെൻറ്റ് ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതൊക്കെയാണ്. AC മെഷീൻസ്, ട്രാൻസ്ഫോമറും, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റർ, യൂണിവേഴ്സൽ മോട്ടേഴ്സ്, അതെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സ്റ്റെപ്പർ, അതൊക്കെ വരുന്നുണ്ട്. മൊഡ്യൂൾ 8 വരുന്ന ടെലിവിഷൻ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു സിലബസുമായിട്ട് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലൂമിനൻസ്, ക്രോമിനൻസ്, കോമ്പാറ്റിബിലിറ്റി, TVനെ കുറിച്ചും അതിൻ്റെ വർക്കിംഗ് ഡയഗ്രാം, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അത് ഡിഫറെൻറ്റ് ടൈപ്സ്, റിസീവർ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം, ഓക്കെ, ആൻറ്റിന ഡിഫറെൻറ്റ് ടൈപ്സ്, റെക്കോർഡിംഗ്, വീഡിയോ റെക്കോർഡിംഗ്, അതൊക്കെ വരുന്നുണ്ട് മൊഡ്യൂൾ 8. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട് EM വേവ്സ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. PAM, PCM, ASK, BSK, അങ്ങനെ കുറേ ഫ്രീക്വൻസി ടൈപ്പ്, അതെല്ലാം വരുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, അതിൻ്റെ തിയറി, ആൻറ്റിന, ഹാഫ് വേവ് ഡൈപ്പോൾ, ഫുൾ വേവ് ഡൈപ്പോൾ, ആൻറ്റിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അതെല്ലാം 10 മാർക്കിനാണ്. മൊഡ്യൂൾ 9 വരുന്നത് ആസ് യൂഷ്വൽ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പഴയ സിലബസ് തന്നെയാണ്. അമ്മീറ്റർ, ഓൾട്ടിമീറ്റർ, നമ്മുടെ എനർജി മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അനലോഗ് ഡിജിറ്റൽ മീറ്റേഴ്സും, CRO, വീസ്റ്റൺ ബ്രിഡ്ജ്, അതൊക്കെ. ലാസ്റ്റ് മൊഡ്യൂൾ വരുന്ന മൈക്രോ കൺട്രോളർ, പിന്നെ നമുക്ക് 8051 പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ രജിസ്റ്റേഴ്സ്, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ്, അഡ്രസ്സിംഗ് മോഡ്സ്, സ്റ്റാറ്റസ് വേർഡ്, പ്രോഗ്രാം, ഫ്ലാഗ്, ഇതെല്ലാം തന്നെ വരുന്നത് 10 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സിലബസ് വരുന്നത്. നമ്മൾ മൺഡേ മുതൽ നമ്മൾ സിലബസ് ഓറിയൻ്റ് ആയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക്, നമ്മുടെ ഒരു നവംബർ ലാസ്റ്റൊക്കെ നമ്മുടെ സിലബസ് തീരുന്ന രീതിയിൽ ഒരു November 20 അടുപ്പിച്ച് സിലബസ് തീർന്ന് നമുക്ക് റിവിഷൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയാം കേട്ടോ. ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് ക്ലാസ്സസിൽ ടൈം ടേബിൾ ഉണ്ട്. നമുക്ക് കോമൺ വീഡിയോ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കത് പഠിച്ചു പോകാം.
മൺഡേ മുതൽ നമ്മൾ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ടെലഗ്രാം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. നമ്മുടെ ടെലഗ്രാം ഇടയ്ക്കൊരു ഹാക്കായിപ്പോയി. അങ്ങനെ നമുക്ക് നമ്മുടെ കോമൺ ഗ്രൂപ്പ് ടെക്നിക്കൽ PSCയുടെ ഒരു കോമൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അത് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് നമുക്കെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പഴയ ടെലഗ്രാം ഹാക്കായി പോയതുകൊണ്ട് നമുക്കത് അക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ ടെലഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടെലഗ്രാം ലിങ്ക്, നമ്മുടെ കോമൺ ടെലഗ്രാം ലിങ്ക് വേണമെന്നുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. പഴയ ടെലഗ്രാം ഇപ്പം ഹാക്കായതുകൊണ്ട് നമ്മൾ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ. താങ്ക് യു.